ഗൈസ്, നമ്മൾ ഇന്ന് കൂർക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചുണങ്ങി എടുക്കണം. നമ്മൾ പിന്നെ പാടുള്ള കാര്യമൊന്നുമല്ല, പെട്ടെന്ന് കഴിയും. അപ്പോൾ ചുണങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂർക്ക കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിത് ചെറുതായിട്ട് അരിഞ്ഞിടണം. അപ്പോൾ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉപ്പിടണം, മഞ്ഞപ്പൊടി. ഇവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് ഇതിലുള്ള സാധനങ്ങൾ മുറിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം കൈക്ക് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മുറിക്കണം. കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. ഇതും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ നമ്മൾ ചതച്ച് എടുക്കണം. വെളുത്തുള്ളിയും വെല്ലുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലേക്ക് ആക്കണം. നമുക്ക് കണ്ടപ്പോൾ ഇത് കുറച്ച് കറിവേപ്പില വരട്ടോ. ഇതാ ഒരു കുറേ കറിവേപ്പില ഇവിടെ ഉണ്ട്. ഒരു കുറേ ഒന്നുമില്ല, കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലത്തെ തണ്ട്, ഈ തണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇത്ര നമ്മൾ എടുത്തുള്ളൂ കേട്ടോ. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ ചതച്ചെടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിലിട്ട് വഴറ്റുക. അതിനുശേഷം കുറച്ച് പച്ചമുളകും കൂടെ ഉണ്ട്, അതും കൂടെ വഴറ്റിയതിന് ശേഷം കറിവേപ്പില എടുത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക എടുത്തിട്ട് അതിലിടുക. പിന്നെ കുറച്ച് കടുകും കൂടെ വറുത്തിടണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്.